കുഞ്ഞുട്ടാ ഓ ഡ്രോയറിന്റെ അടുക്ക് ആശാൻ ഇപ്പൊ ഇടാനാ വള്ളി വെച്ചിട്ടില്ല. എടാ വള്ളി ഇടാൻ വേണ്ടിട്ടാണ്. ഓ വള്ളി വെച്ചിട്ട് ഇടാൻ വേണ്ടിട്ടാ. എനിക്കോ ഇവിടെ തയ്ക്കണ ഡ്രോയറൊക്കെ ഞാനാടല്. അല്ല ആശാൻ ട്രൗസർ ഇട്ടിട്ടാന്ന് വിചാരിച്ചു. പണി എന്താ ആശാനെ ഇവിടെ 5-6 ചുരിദാറിന്റെ തുണി ഉണ്ടല്ലോ, അതെന്തിനാന്ന്? അത് അവിടെ ഇരുന്നോട്ടോ. അത് ഞാൻ റസിയാക്ക് കൊടുക്കാൻ വേണ്ടിട്ടേ ഞാൻ കെട്ടുകാരുടെ നിർത്താണ്. അത് ഇജ്ജ് എടുത്ത് തയ്ക്കരുതിട്ടോ. റസിയാത്തൊക്കെ 5-6 ചുരിദാറിന്റെ തുണി എന്തിനു അടിച്ചു കൊടുക്കുന്നത്? വെറുതെ പൈസ കളിന്ന് 150 ഉറുപ്പ്യ 2 സാരി മേടിച്ചു കൊടുത്താ പോരെ? വെറുതെ പൈസ കളിയാണ് ആശാനെ. അതിന് അനക്കെന്താണ് നായേ? എന്റെ ഭാര്യയല്ലേ, ഓൾക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒക്കെ ഞാൻ കൊടുക്കും. ഇജ്ജ് ഓളുടെ അടുത്ത് ഞാൻ ചാടി കളിക്കണ കണ്ടിട്ടാവൂലേ? അയച്ച് കണക്കാക്കണ്ടോ. എന്റെ കൽബിൽ ഓളുണ്ട്, അയച്ച് മനസ്സിലാക്കിക്കോ. എന്നോട് വർത്താനം പറയാൻ വരുന്നേ. എന്തടാ രാവിലെ വാളിന്റെ മൂർച്ച നോക്കുന്നത്? ഇന്ന് പണി വല്ലതും ഉണ്ടാ? പണി ഇന്നില്ല, എന്തായാലും ഉണ്ടാവുമല്ലോ. ഓ അത് ശരി. റെഡിയാക്കി വെക്കാം. ആ റെഡിയാക്കി. അതെല്ലാം നേരത്തെ കരുതി വെക്കുന്നത് നല്ലത് തന്നെ. അല്ല നീ അച്ഛനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചാ? ആ വിളിക്കാം. അല്ല ഇത് വഴി വന്നിട്ട് ഒരു 1.5 മാസമായി. തന്നതെല്ലാം തീരുകയും ചെയ്ത്. ഒന്ന് വിളിച്ചു നോക്ക്. നമ്മൾ വിളിക്കണതേ ആ 1-ാം കെട്ടുകാർക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. എടാ സുഖവിവരം അറിഞ്ഞ് ചോദിക്കുന്നതിന് എന്താ? അതിനെന്തോ കുഴപ്പം? എനിക്ക് മനസ്സിനാകെ ഒരു വെപ്രാളമുണ്ട്. എന്തൊരു വെപ്രാളം? അതെന്താണെന്ന് എന്നാ പിന്നെ നിങ്ങൾക്ക് വിളിച്ചൂടെ? ഫോൺ അവിടെ ഇരിക്കണ്ടല്ലോ, അത് വിളിച്ചാ പോരെ? നസീമേ, അമ്മ ചെക്കനിങ് വന്നാ? അല്ല ഇവിടെ ആ പിള്ളേരെയും വിളിച്ചും കൊണ്ട് അങ്ങോട്ട് അവിടെ കണ്ടത് അപ്പുറത്തോട്ട് നോക്ക്. അവിടെ പോണ്ട്. ഇതിപ്പോ ഒന്ന് കാണാൻ കൂടി കിട്ടണില്ല നിങ്ങളുടെ കളി കൊണ്ട്. ഇതെന്താ ഭയങ്കര പണിയിലാണല്ലോ. ആസിട്ടാ നിങ്ങളേ ഞങ്ങളുടെ ആ മുറീന്റെ അവിടുത്തെ ഉത്തരല്ലേ, അതിന്റെ ഒരു കോലിളകിരിക്കണ ഒന്ന് നോക്കൂ. അതൊക്കെ ആ പരികുട്ടിക്ക് നോക്കാനുള്ളതല്ലേ ഉള്ളൂ. മൂപ്പരിക്ക് അതൊന്നും അറിഞ്ഞൂടാ. ആര് പറഞ്ഞു അവനെ അറിയില്ലെന്ന്? മൂപ്പരിക്ക് മര്യാദക്ക് തയ്ക്കാൻ കൂടി അറിഞ്ഞൂടാ, പിന്നെയാണ് ഇനിയിപ്പോ ഉത്തരത്തിന്റെ പണി. ഓന് വലിയ നാവുണ്ടല്ലോ, അതുപോലെ. അതുകൊണ്ട് എന്താ കാര്യം? നീ വേണ്ട, ഇന്ന് പണിയില്ലല്ലേ, ഒന്ന് പോയി അതൊന്ന് ശരിയാക്കി. അതന്നെ നിങ്ങളൊന്ന് നോക്കണേ. ആ ശരി വരാം. ഞാൻ ചെക്കനെ പോയി നോക്കട്ടെ. ഇന്ന് ഒഴിവ് ദിവസല്ലേ, കുട്ടികൾ കളിക്കാവേ. കളി കുറച്ച് കൂടുന്നുണ്ട്, അതാണേ. ഇത്രേ ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. ഇന്നലെയും കൂടി ഭാര്യയും മക്കളോട്ട് സന്തോഷമായിട്ട് ഭക്ഷണം കഴിച്ച് കിടന്ന് ഉറങ്ങിയതാണ്. ആ രാവിലെ ചെന്ന് വിളിച്ചപ്പോ ആളെ എണീക്കണില്ല. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. നല്ല മരണമല്ലേ? എന്ത് നല്ല മരണം ചങ്ങായി. മരിക്കണവർക്കൊക്കെ വേദന ഒന്നെ, പുറത്തുനിന്ന് പറയണവർക്ക് എന്ത് വേണേലും പറയാലോ. ലൈഫിൽ നല്ല പ്ലാനിങ് ഉണ്ടായ ഒരുത്തനാണ് ചന്ദ്രൻ. അതിനേക്കാ വലിയ പ്ലാനിങ്ങിലല്ലേ മൂപ്പര് ഇരിക്കണത്. ആര്? പടച്ചോൻ. ആ പുള്ളിക്ക് പിന്നെ എന്ത് വേണേലും കാണിക്കാം. നമുക്ക് അങ്ങനെയൊന്നും പറയരുത്. അല്ല പുലി പോലെ നടന്ന ഒരുത്തനാണ്. അതൊക്കെ ശരിയാണ്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചോ, ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരായിട്ട് നല്ല രീതിയിൽ പുഞ്ചരിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് ജീവിക്കാൻ പഠിക്കുക. എപ്പോഴാ മരിച്ചു പോണ് പറയാൻ പറ്റില്ല. നന്നായിട്ട് എന്താ വെടികൊണ്ട പന്ത്രമാരി. എന്താണ്? അല്ല അതെ, എന്തോ വിഷമത്തിലാണല്ലോ. ഒരു പ്രശ്നമില്ല. അങ്ങനെയൊന്നും ആവല്ലേ, നമ്മളൊക്കെ മരിച്ചു പോണ്ട മനുഷ്യന്മാരല്ലേ. എന്താ ശരിയില്ല, നിങ്ങൾ 3 പേര് ശരിയില്ല. എന്തപ്പോ ഞങ്ങള് കാട്ടിയത്? എന്താ എന്റെ പ്രശ്നം? എന്താ പട്ടിക്ക് കയറുണ്ട മാതിരി ഇങ്ങനെ? പട്ടീന് என்ன பட்டின்னு சொன்னேன்ல, அப்ப நீங்களும் നേരത്തെ എന്നെ പട്ടിன்னு சொன்னேன்ல. ഏടാ ദോര, ഇജ്ജ് പട്ടിന്നല്ലേ പറഞ്ഞു? ഇജ്ജ് പട്ടിന്നല്ലേ എല്ലാവർക്കും അറിയാം. അല്ല ഇജ്ജ് പട്ടിന്ന് ആരെങ്കിലും പറയോ? ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്. ஆமா, நீங்க உதாரணம் சொல்லுவீங்க, உபமா சொல்லுவீங்க. நீங்க சொல்றதுக்கு அனுசரிச்சு இப்படி போன ബോൾ മാറി എന്നിട്ട് തട്ടുവീங்க நீங்க எல்லாரும். അതെ, ഇജ്ജ് ഇങ്ങനെ കിടന്ന് കരയല്ല. അല്ലെങ്കിൽ എന്റെ തമിഴ് മനസ്സിലാവില്ല. എന്റെ ഇടകൂടെ എന്റെ കരച്ചിലും കൂടി ആയാല് ഇജ്ജ് എന്താ കാര്യം എന്നുള്ളൊന്ന് വ്യക്തമായിട്ട് പറയും. നമുക്ക് സമാധാനം ഉണ്ടാക്കാട ചങ്ങായി. അടിച്ചിട്ടാ വാസുട്ടി എന്നെ അടിച്ചോ? ചല്ലപ്പനാശാരിയോ മൂപ്പര് ഇവിടുന്ന് പോയിട്ട് നാളെ എത്രയായി? അരിക്കകത്തെ തലക്ക് വിളില്ല, അവൻ വാസൂട്ടിന്റെ തന്തക്ക് വിളിച്ചാണ്. ശരി, ആള് തിരക്കല്ലോ. ഈ ഒന്ന് സമാധാനത്തിലാവും. നമ്മളൊക്കെ മരിച്ചു പോണ്ട മനുഷ്യന്മാരല്ലേ. ഒന്നും മിണ്ടായിരുന്നേ. ഒരാളൊരു സങ്കടം പറയുമ്പോ അതിന്റെ ഫ്ലോ കളയാ.
എന്താ എന്റെ പ്രശ്നം ഇതൊന്ന് പറയ്. நான் ஒண்ணும் பண்ணல. என்ன உங்களுக்கு எல்லாம் தெரியுமில்ல? நான் வாசுவியோட வீடு எப்படி நடிச்சிருக்கேன் நான். அவன் வீடு மாதிரி நடிச்சிருக்கேன். என் வீடு மாதிரி தானே நடிச்சிருக்கேன். അതെ 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 வாசுவியோட அம்மாவை நான் என் மாமி மாதிரியா நடிச்சிருக்கேன். என் அம்மா மாதிரி தானே நடிச்சிருக்கேன். வாசுட்டினை நான் அழிய மாதிரியா நடிச்சிருக்கேன். என் தம்பி மாதிரி தானே நடிச்சிருக்கேன். இல்ல வாசுட்டிக்கு 2 குழந்தைங்க இருக்குது. அது வாசுட்டி. ആവശ്യമില്ലാത്ത വർത്താനം നീ പറയല്ലേ. നീ എന്താന്ന് വെച്ചാൽ കാര്യം പറ. അതെ അല്ല അജയ് ഒരു കാര്യം ചെയ്യേ, നമ്മളൊക്കെ മരിച്ചു പോണ്ട മനുഷ്യന്മാരാണ്. ഈ വക്കാണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴാ കാറ്റ് പോണെന്ന് പറയാൻ പറ്റില്ല. ഈ സമാധാനത്തിലായിട്ട് എന്താ എനിക്ക് ഉണ്ടായിന്ന് എന്നോട് പറയും, ഞാൻ തീരുമാനം ഉണ്ടാക്കാന്ന്. அது கேட்டதுக்கு அப்புறம் என்கிட்டயா அவங்கிட்டயா நியாயம்னு நீங்க சொல்லணும். ഞാൻ ചൊല്ല. என்ன நடந்து தெரியுமா? എന്താ നടന്നത്? இன்னு வந்து வேலை இல்லாதவன் தான் வேலை தெரிஞ்சவன் தான் வீரமான வேலைக்காரன் விவகாரமான வேலைக்காரன் வேலை இல்லாதவன் தான் வேலை தெரிஞ்சவன் தான் வீரமான வேலைக்காரன் കൊള്ളാം. എത്ര നേരമായി ഒരു തവിയും വെച്ചോണ്ടിരിക്കുന്നത്, ഇതുവരെയും തീർന്നില്ലേ? ஏன் மாமி இப்படி எல்லாம் பேசுறீங்க? நீங்க பெரிய தச்சண்ட பொண்டாட்டி தானே, இப்படி எல்லாம் பேசலாமா? இது மரப்பணி தானே. மரப்பணி நல்லா இருக்கணும்னா மட்டன் நல்லா இருக்கணும். மட்டை இல்லைன்னா மரப்பணி சரிப்பட்டு வராது. അതിന് സപ്രപഞ്ചക്കട്ടിലൊന്നും അല്ലല്ലോ പണിയുന്നത്, ഒരു തവിയിലൊരു കണ കയറ്റുമല്ലേ? ஏன் மாமி இப்படி? பங்களாவா இருந்தாலும் குடிசையா இருந்தாலும் வேலை செய்யறதா இருந்தா அதுக்கு ஒரு சிட்டம் இருக்குது. இந்த மர வேலை செய்யும்போ அப்படி பல்லெடு வச்சுக்கோ, எல்லாம் தாழ்மாற போயிடும். എന്നാ പിന്നെ ആ തവിയുടെ വാസ്തുവും കൂടെ ഒന്ന് പറ. ஏன் மாமி, தவியா இருந்தாலும் சரி, ஸ்டூலா இருந்தாலும் சரி, மேசையா இருந்தாலும் சரி, எது செய்யும்போதும் அதுக்கு ஒரு மட்டம் இருக்குது, இல்லைன்னா சரிப்பட்டு வராது. இந்த பாருங்க, இப்ப இதுக்கு 2 ஓட்டம் இருக்குது இல்ல, இது ஒரு குச்சி, இப்படி போட்டா இருக்கும் ரெடி தான். ஆனா இதுக்கு அளவு சரியில்லைன்னு வச்சுக்க, இப்படி குழம்புல போட்டு இறக்கும் போது இப்படி கல்டு வந்துடும். என்ன பண்ணுவ? அதனால இது ஆல்டு வராம இருக்கிற மாதிரி வேலை செய்யணும். அதுதான் மட்டம் வேணும்ன்றது. சத்து போனாலும் சமைஞ்சு சாவണം. മോനെ ബാസൂട്ടി, നീ എന്തോന്നാണ് ഇങ്ങനെ കിടന്ന് ആലോചിക്കുന്നത്? എത്ര നേരമായി നീ? നിനക്ക് ഇത്ര ആലോചിക്കാൻ എന്തോന്നിരിക്കുന്നു ഇവിടെ? ഒന്നുമില്ല, നിങ്ങളൊന്ന് മുന്നോട്ട് പോയി. അല്ല, നീ എന്നെ 10 ചീത്ത പറഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷെ നീ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ആലോചിക്കാണ്ടിരിക്കുമ്മ? ഒരു പണിയില്ല, കയ്യിൽ 10 പൈസ ഇല്ല, പുറത്തേക്ക് ഇറങ്ങാൻ മാർഗമില്ല. ഇത് എന്തൊരു ജീവിതമാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എങ്ങനെയൊക്കെയോ പോണു. ഇല്ല മക്കളെ, എല്ലാ കാലവും എല്ലാവരെയും ദൈവം കഷ്ടപ്പെടുത്തത്തില്ല. ഒരു കുന്നിനൊരു കുഴിയുണ്ട്, ദൈവം നമ്മളെ രക്ഷിക്കും. അത് കറക്റ്റ്. കുന്താണ്.